മറ്റൊരു പ്രതികരണം കൂടി നോക്കാം. PV അൻവർ UDF-നൊപ്പം നിൽക്കുമെന്നാണ് PV അബ്ദുൽ വഹാബ് ബിബിയുടെ പ്രതീക്ഷ. അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കാം. ആര്യടൻ ഷൗക്കത്തിനെ കുറിച്ച് അൻവർ പറഞ്ഞത് തിരുത്തുമോ എന്ന ചോദ്യത്തിന് MV രാഘവൻ കരുണാകരനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു, എന്നിട്ടും അവർ ഒന്നിച്ചല്ലേ എന്ന് PV വഹാബിന്റെ മറുപടി. 100% ആർക്കും ഇല്ലല്ലോ, എല്ലാം 100% ഒന്നും ഇല്ലല്ലോ. അത് ദൈവത്തിന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അൻവർ ഇലക്ഷന് സഹകരിക്കും. രതീഷ് അനന്തപുരൻ നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. രതീഷ്, ഇപ്പോൾ നമ്മൾ പ്രതികരണങ്ങൾ കേൾക്കുകയായിരുന്നു. ആര്യടൻ ഷൗക്കത്ത് ഒരു തരത്തിലും അല്ലേ ഇതൊരു വലിയ പോരാട്ടം തന്നെയാണ്, പക്ഷെ ആരെയും മുറിയേൽപ്പിക്കാതെ ജയിച്ചേറുക എന്നതാണ് ആര്യടൻ ഷൗക്കത്ത് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ ഒരു സംഘർഷാവസ്ഥയിൽ നിൽക്കുകയാണ്. കോൺഗ്രസ് പക്ഷേ പതിവിൽ കവിഞ്ഞ നിലയിലുള്ള ഒരു കർക്കശ നിലപാടെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇടപെടേണ്ട സാഹചര്യത്തിൽ ഇല്ല, നമ്മുടെ വഴിക്ക് വന്നിട്ട് മാത്രം അൻവറിനെ സ്വീകരിച്ചാൽ മതി എന്നാണ്. ഇതൊരു പതിവില്ലാത്ത രീതി തന്നെ. എന്താണ് ഇങ്ങനെയൊരു നയത്തിലേക്ക് കോൺഗ്രസ് മാറുന്നത്? അത് നിലമ്പൂരിലുള്ള ആത്മവിശ്വാസം കൊണ്ടാണോ? കോൺഗ്രസ് നേരത്തെ തന്നെ PV അൻവറിന്റെ സമ്മർദ്ദത്തിന് അങ്ങനെ വഴിപ്പെടേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിലാണ്. കാരണം ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. ആ മണ്ഡലം വീണ്ടും തിരികെ പിടിക്കാം, വീണ്ടും അധികാരത്തിലേക്ക് തിരികെ എത്തണമെങ്കിൽ എണ്ണിക്കൂട്ടിയ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് നിലമ്പൂർ. അവിടെ കോൺഗ്രസിൻ്റെതായി തന്നെ ഒരു MLA ഉണ്ടാകണം എന്നാണ് ഏറ്റവും പ്രഥമമായ പരിഗണന. അതുകൊണ്ടാണ് നിലമ്പൂരിന്റെ കാര്യത്തിൽ അൻവറിനോട് ഇത്രയ്ക്കും ആദ്യ ഘട്ടത്തിൽ തന്നെ കടുത്ത നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആദ്യ ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസമുണ്ട്. സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്തുണ്ട്. അപ്പോൾ പ്രചാരണ രംഗത്തൊരു മുന്നേറ്റം ഉണ്ടാക്കേണ്ട അന്തരീക്ഷമായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ആ അന്തരീക്ഷം PV അൻവർ തല്ലിക്കെടുത്തി എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇനിയിപ്പോൾ അവസാന ഘട്ടത്തിൽ എന്റെ പിന്തുണ ആര്യടൻ ഷൗക്കത്തിനാണ്, UDF-നാണ്, കോൺഗ്രസിനാണ്, ഞാൻ പിണറായി സർക്കാരിന് എതിരായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് അൻവർ തിരുത്തി പറഞ്ഞാലും ഇപ്പോഴുണ്ടായ ഡാമേജ് അത് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല. വേണമെങ്കിൽ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞു. PV അൻവർ ഒപ്പമുണ്ട്. വോട്ട് ചോർച്ച അല്പം ഒഴിവാക്കാം എന്നതിനപ്പുറത്തേക്ക് ഈ ഉണ്ടായ ഡാമേജ് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായ സ്ഥാനാർത്ഥിക്കെതിരെയും സ്ഥാനാർത്ഥി നിർണയത്തിനെതിരായും ഉണ്ടായ പ്രതികരണമാണ് ഈ കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവുമായി നടത്തിയ ചർച്ചയിൽ UDF-മായി സഹകരിപ്പിക്കാം, മുന്നണിയിലെടുക്കാൻ കഴിയില്ല എന്ന കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ അൻവർ വഴങ്ങിയില്ല. അതുകൊണ്ട് ഈ അനൗൺസ്മെന്റ് വൈകിപ്പോകുന്നു. ഇന്നിപ്പോൾ അതെങ്കിലും നിങ്ങൾ അനൗൺസ് ചെയ്യൂ. അത് KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവസാനത്തെ ആശ്രയം KC ആണ് എന്ന് പറയുമ്പോൾ നേരത്തെ ഈ നിലപാട് അൻവർ സ്വീകരിച്ചില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ അൻവർ അയയുകയാണ് ചെയ്തത്. അതേസമയം തന്നെ LDF-ന് സ്ഥാനാർത്ഥിയായിട്ടുള്ള M സുരാജ് ഉൾപ്പെടെ നിരവധി പേരുകളിൽ ചുറ്റിപ്പറ്റി ചർച്ചകൾ പോകുന്നു. ഇവിടെ മത്സരിക്കണമെന്ന കാര്യത്തിൽ BJP-ക്ക് തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിൽ ആദ്യം പ്രഖ്യാപിക്കേണ്ട സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ മുന്നേറ്റം പ്രചാരണ രംഗത്ത് ഉണ്ടാക്കാനുള്ള സാഹചര്യം അൻവർ തല്ലിക്കെടുത്തി എന്നിടത്താണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ഈ കഠിനമായ നിലപാടിന് കാരണം. അവിടെയാണ് അൻവർ ഇപ്പോൾ നിലപാട് മയപ്പെടുത്തേണ്ടി വരുന്നത്.